നാടകം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ഈ നാടകത്തിൻ്റെ അണിയറയിലും പിന്നിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം. നാടകരചന ശ്രീ കൈനിക്കര പത്മനാഭപിള്ള. ഗാനങ്ങൾ റെയ്നോൾഡ് ടി. സംഗീതം റാണ. പാടിയവർ പ്രദീപ് പ്രമീള. നൃത്തം ശാലിനി. രംഗശില്പം ആർട്ടിസ്റ്റ് ലംബോദരൻ ഏറ്റുമാനൂർ. രംഗമൊരുക്കുന്നവർ മഹേഷ് ചന്ദ്രൻ, അനീഷ് ഖാൻ, കൃഷ്ണപ്രസാദ്. ചമയം മാരായമുട്ടം സുഗതൻ. വസ്ത്രാലങ്കാരം കുഞ്ചൻ. കോസ്റ്റ്യൂംസ് നാരായണൻ. പശ്ചാത്തല സംഗീത നിയന്ത്രണം അനി സംഗീത. പ്രകാശ നിയന്ത്രണം മുരളി മുടവൻ മുകൾ. നിർമ്മാണ നിർവഹണം ശ്രീ ജെറി ബ്രൈറ്റ്, ശ്രീ പ്രേം. സംവിധാന സഹായികൾ ഫ്രാൻസിസ് ഡിക്രൂസ്, ബ്ലാസിറ്റ് ഫെർണാണ്ടസ്. അവതരണം ജയ്ഹിന്ദ് കലാസമിതി പുത്തൻതോപ്പ്. സംവിധാനം വെട്ടകാട് എ മാർക്കോസ്. ശരണാർത്ഥിയായി ഞാൻ പാദപത്മം തൊഴുന്നേൻ. ഈശോ എൻ നന്മയും സർവവും. ജഗദീശ്വര മമ നായക പരമേഗണം തുണയാകണം. ശരണാർത്ഥിയായി ഞാൻ പാദപത്മം തൊഴുന്നേൻ. ഈശോ എൻ നന്മയും സർവവും. ജഗദീശ്വര മമ നായക പരമേഗണം തുണയാകണം. ജയ്ഹിന്ദ് കലാസമിതി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കാൽവരിയിലെ കൽപ്പപാദപം. ജയ്ഹിന്ദ് കലാസമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാന്യനായ സൈമൺ ബ്രിട്ടോ MLAക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്ഥലത്തെയും കാലത്തെയും ഏറ്റവും നന്നായി അടയാളപ്പെടുത്തുന്നത് കലകളാണ്. കലകളില്ലാത്ത ഒരു സമൂഹം ജൈവമല്ല. അത് അപജയപ്പെടുകയും അസ്തമിച്ച് പോകുകയും ചെയ്യും. ഒരു ദേശസമൂഹം എന്ന നിലയ്ക്ക് പുത്തൻതോപ്പ് അതിൻ്റെ കലാപരിപോഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും തീഷ്ണ യൗവനം നിലനിർത്തിയിരുന്നത് ഒരു കാലത്ത് സജീവമായിരുന്ന ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടത്തിയിരുന്ന അമച്വർ നാടക മത്സരങ്ങളിലൂടെയായിരുന്നു. 1970കളിൽ ആരംഭിച്ച ആ കലാസംരംഭം 90കളോടെ അവസാനിച്ചു. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ക്രിയാത്മകമായ ആ ഇടപെടൽ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്ന പുരോഗമന ഉന്മുഖമായ സർഗസമൂഹത്തിൻ്റെ പരിച്ഛേദനമായി കൂടി വെളിപ്പെട്ടിരുന്നു. ഇബ്സനെ കണ്ടെത്തിയ N. കൃഷ്ണപിള്ളയാണ് ആധുനിക മലയാള നാടകത്തിൻ്റെ ആചാര്യൻ എന്നാണല്ലോ പറയപ്പെടുന്നത്. അദ്ദേഹത്തിൽ തുടങ്ങി കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും നൂതനമായ തുടുപ്പുമായി മലയാള സമൂഹത്തിൻ്റെ വൈവിധ്യമാർന്ന അടരുകളിൽ വച്ച് നിർമ്മിക്കപ്പെട്ട നാടക ശ്രമങ്ങളിലൂടെ എല്ലാ കൈവഴികളും നമ്മുടെ നാടക മത്സരവേദിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വ്യവസ്ഥാപിതമായ എലിസബത്തിയൻ ഗംഭീര്യം മുതൽ ഒരു പുനർവിചിന്തനം പോലെ പിന്നീട് മലയാളം കണ്ടെത്തിയ ഭരതശാസ്ത്രത്തിൻ്റെ സാധ്യമായ അരങ്ങും മണൽപ്പറമ്പിൽ ഉറക്കം കളഞ്ഞിരുന്ന പ്രബുദ്ധ സദസ്സിന് മുന്നിൽ പ്രകാശിക്കപ്പെട്ടു. ലളിതമായി പറഞ്ഞാൽ അതൊരു കാലമായിരുന്നു. ആ പ്രബുദ്ധ കാലത്തിൻ്റെ
ജീവസുറ്റ ഓർമ്മകളിലേക്ക് ഞങ്ങളുടെ ഈ എളിയ നാടകോത്സവം സമർപ്പിക്കുന്നു. കേവലം ഒരു ആശാരിച്ചക്കൻ. അവനാര്? അവൻ ഇവര് പറയുന്നത് കേട്ടാൽ പച്ചക്കള്ളം. അല്ല, ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. നന്ദികെട്ട കള്ളന്മാർ. ജെറിക്കോയിൽ വെച്ച് അവരങ്ങ് പിടിച്ചതായിരുന്നു പോലും. എന്നിട്ട് എവിടെ? അവരാണ് പിടിക്കുന്നത്. ചുണകെട്ട ചൂലുകൾ. അല്ല, ഇവരാണ് അവനെ വലുതാക്കുന്നത്. ആ ആശാരിക്കിടാത്തനെ അവതാരപുരുഷനാക്കുന്ന ഈ ശപ്പന്മാരാണ്. കാശിന് കൊള്ളുകയില്ല, എന്നാൽ അവരുടെ നാണക്കേട് സമ്മതിക്കുന്നു. കള്ള പലിശകൾ. അവന്റെ ശിഷ്യന്മാരല്ല, ആ പോക്കരികളാണ് കള്ളക്കഥ പരത്തി ആ തെണ്ടിയെ ദൈവഭക്തനാക്കുന്നത്. ആണോ? സംശയമില്ല. വേണ്ട, ഇനി ഇവരൊന്നും ചെയ്യണ്ട. ജനങ്ങളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. അവരവനെ പിടിച്ചു തരികയുണ്ടാവില്ല. അവർ തന്നെ പിടിച്ചു തരും. എന്ത്? അവർ തന്നെ പിടിച്ചു തരുമെന്നോ? അല്ലാതെ അവർ തന്നെ പിടിക്കണം. പിടിക്കണം, പക്ഷേ പിടിക്കുമോ? അവർ തന്നെ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ പിടിക്കുകയും ചെയ്യും. ഇത്ര ധൈര്യമുണ്ട്. എന്താ ഒന്നും പറയാത്തത്? അങ്ങേക്ക് ഇത്ര നിശ്ചയം എന്താണ്? അവനെ പിടികിട്ടിയേ കഴിയൂ. അത് ജനങ്ങൾ പിടിച്ചു തന്നേ കഴിയൂ. അപ്പോൾ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം പരാജയപ്പെടില്ലേ? അന്നാസിന് പരാജയം ഒരു പരിചയമില്ല. പക്ഷേ ഈ ശപ്പന്മാരെല്ലാം തെറ്റിക്കുന്നല്ലോ. അത് വലിയ കഷ്ടം തന്നെയല്ലേ കയ്യാഫാസ്? മനുഷ്യൻ ബുദ്ധിശൂന്യനെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടല്ലേ? മനുഷ്യർ ബുദ്ധിമാന്മാരായിരുന്നുവെങ്കിൽ നമ്മുടെ കഥ എന്നേ കഴിയുമായിരുന്നു. അവരെ ബുദ്ധിശൂന്യരായി വച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രക്ഷാമാർഗം. ഈശ്വരയ്ക്കയും അത് തന്നെ. ബുദ്ധിമാന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ ലോകം നരകത്തെക്കാൾ ഭയാനകമാണ്. യഹോവ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അദ്ദേഹം ആദി പിതാവിനോട് ആ വിജ്ഞാന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് അങ്ങ് കളിയെന്നാണോ അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? പക്ഷേ ഈ ശപ്പന്മാരെല്ലാം തെറ്റിക്കുന്നല്ലോ. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. ഏത് തന്നെ? എല്ലാം തെറ്റിക്കുന്നത് തന്നെ. അന്നാസ്, എനിക്കങ്ങയുടെ ക്ഷമയില്ല. അന്നാസിന്റെ ക്ഷമയേക്കാൾ കൂടുതലായി കയ്യാഫസിന്റെ ക്ഷമകേട് കൊണ്ട് എന്ത് നേടി? ഒന്നുമില്ലെങ്കിൽ അവൻ ഈ നാട് വിട്ടു പോയല്ലോ. അത് വലിയ കാര്യമായില്ലേ? ഉപദ്രവമെങ്കിലും ഒഴിഞ്ഞില്ലേ? ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം, ജെറുസലേമിലേക്ക് ആ സൈന്യങ്ങളെ നയിച്ചുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുന്നത് നമുക്ക് കേൾക്കാം. സക്കറിയാസ്, എന്തുണ്ട് വിശേഷം? യേശു തിരിച്ചെത്തിയിരിക്കുന്നു. അവൻ എപ്പോൾ വന്നു? ഇപ്പോ എത്തിയതേ ഉള്ളൂ. ജനങ്ങൾ അവളെ കല്ലെറിഞ്ഞ് പായിച്ചില്ലേ? കല്ലെറിഞ്ഞ് പായിക്കും. നീ എന്താണ് പറയുന്നത്? അവരവനെ വളരെ ഭംഗിയായിട്ട് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. യേശു ജെറുസലേമിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ തന്നെ അവിടെ വലിയ ബഹളമായി. ഈ രാജ്യത്തുള്ള പുരുഷനും സ്ത്രീകളും കുഞ്ഞുകുട്ടിയെല്ലാം അവിടെ എത്തിച്ചേർന്നു. ചിലർ അവന്റെ കഴുതയ്ക്ക് നടന്നു പോകാനായിട്ട് വഴിനീളെ പട്ടുവിരിച്ചു. മറ്റു ചിലരാകട്ടെ മരക്കൊമ്പുകൾ ഒടിച്ചുകൊണ്ട് വീശി അവനെ സ്വീകരിക്കുകയായിരുന്നു.
എന്തു പറഞ്ഞു? അവൻ കഴുതയെന്നോ അവന്റെ കഴുതയെന്നോ? അവന്റെ കഴുതയെന്നാ. അവൻ കഴുതപ്പുറത്താ സഞ്ചരിച്ചേ. കൊള്ളാവടാ കൊള്ളാം. അത് നിനക്ക് പറ്റിയ വാഹനം തന്നെ. അവന്റെ എഴുന്നള്ളത്ത്. എന്നിട്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വൃദ്ധന്മാരെ താങ്ങിക്കൊണ്ട് അവരുടെ മക്കളും അവന്റെ പിന്നാലെ ഓട്ടമായിരുന്നു. മുടന്തന്മാരും കുരുടന്മാരും ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിയായി. വരുന്നവർ അവന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിക്കുകയായിരുന്നു. അവന്റെ ചുറ്റിലും കൂടിയ മുന്നിലും പിന്നിലുമൊക്കെ തിങ്ങിക്കൂടിയ പുരുഷാരം ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നാസറേത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊക്കെ വിളിക്കുകയാണ്. അവൻ ആരുടെ രാജാവെന്ന് നീ പറഞ്ഞു? അവൻ എന്ത് കഴിച്ചു? എടാ, ദേവിടിയാ കൂടി തെണ്ടി നടന്ന ആശാരിച്ചക്കൻ ആരുടെ രാജാവെന്ന് നീ പറഞ്ഞു? എടാ ഫീരു, പറ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അതൊന്നുകൂടെ പറ. ഇതെന്ത് കൂത്ത? ഞാൻ എന്നാ ചെയ്തെന്ന? ഞാനൊന്നും പറഞ്ഞില്ലേ. ഇതെന്ത് കഥ? ഇവൻ എന്ത് കഴിച്ചു? നീയൊന്നും പറഞ്ഞില്ല, നീ എല്ലാം കേട്ടു. ആ ആഭാസ കൂട്ടക്കോലം കൺകുളിർക്കെ കണ്ടു. അതുകൊണ്ട് ഇളിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്തിനടാ നീ ആണായി പിറന്നത്? ഇതെന്ത് കഥയെന്നോ? ഈ കഥ ഇന്നാടുന്ന കഥ, കഴുകുമരത്തിന്റെ കഥ, കാലം കഴുകാത്ത കഥ, ലോകം മറക്കാത്ത കഥ, സൂര്യചന്ദ്രന്മാരും സുന്ദര താരങ്ങളും നടുങ്ങുന്ന കഥ. അന്നാസ്, ഇതെന്ത് കഥയെന്നോ? ഇതാണ് അവസാനത്തെ കഥ. കയാഫസ് കെട്ടുന്ന കഥയ്ക്കപ്പുറത്ത് കഥയില്ല. എന്നിട്ട് നിന്റെ യഹൂദശേഖരൻ എവിടെ? അവന്റെ പട്ടണപ്രവേശം എങ്ങോട്ട് നയിച്ചു? അവൻ നേരെ ദേവാലയത്തിലേക്കാ കടന്നുപോയേ. ബലിമൃഗം തനിയെ വധപീഠം തേടിപ്പോകയോ? എന്തടാ നിനക്കിത്ര ധൃതിയോ? വരട്ടടാ, നിന്റെ സ്ഥാനം ദേവാലയം തന്നെ. അവിടെ നിന്നെ ഞാൻ യഥാകാലം പ്രതിഷ്ഠിക്കാം. നിൽക്ക്, ബന്ധപ്പെടാതെ. സക്കറിയാസ്, അവൻ അവിടെ എന്ത് ചെയ്തു? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പണവ്യാപാരികളുടെ മേശകൾ അടിച്ചു തകർത്തു. പ്രാക്കളെ വിറ്റോണ്ടിരുന്നവന്മാരെ ഉന്തിത്തള്ളി താഴെയിട്ടു. മറ്റു വ്യാപാരികളെ എല്ലാം ചാട്ടമാറത്ത് അടിച്ചു പുറത്താക്കി. എന്നിട്ട് അവൻ ബഥാനിയയിലേക്ക് പോയി. എന്തടാ നീ ആര്? എടാ, 4 കാശ് വില പോകാത്ത കമ്മാളൻ, നീയോ എന്റെ ദേവാലയത്തിൽ അധികാരം കാട്ടിയത്? മാനമായി കഴിയുന്ന പരീശന്മാരെ നീ തല്ലി ഓടിച്ചു വന്നോ? യഹൂദന്മാരുടെ രാജാവ് നീയാണല്ലേ? നിനക്ക് സിംഹാസനം ഞാൻ ഒരുക്കുന്നുണ്ട്. നിന്നെ നിന്റെ കഴുതയോടുകൂടി ചുട്ട് ചാമ്പലാക്കിയില്ലെങ്കിൽ ഞാൻ കയാഫസ് അല്ല. നീ കയാഫസിനോട് കളിക്കുന്നോ? നീ ഇത് പറയാൻ മാത്രമാണോ വന്നത്? അതെ, ഈ കാര്യം ഇവിടെ വന്ന് പറയണമെന്ന് ഒരാൾ പ്രത്യേകം പറഞ്ഞയച്ചു. ആര്? ഇസ്കറിയാത്തിന്റെ പുത്രി. ആര്? ജൂഡിത്തോ? ജൂഡിത്തല്ലാതെ വേറെ മക്കൾ ഇരിക്കുന്നു. നീ പോരാൻ മടിച്ചത് എന്തിന്? ഞാൻ വെറുതെ അവിടെ നിന്നു പോയതാ. അത് മനസ്സിലായി. അതിന്റെ കാരണമല്ലേ ചോദിച്ചത്? ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയണമെന്ന് അവൾ പറഞ്ഞയച്ചു. ഓഹോ, അതായിരുന്നു മടിച്ചിരുന്നു അല്ലേ? വെറുതെ നിന്നതാ. എന്തിനടാ? നിങ്ങൾ പോകുവിൻ, എനിക്ക് സ്വല്പം തനി ആലോചിക്കുവാൻ. അതെ, ഒരാളേ ഉള്ളൂ, ജൂഡിത്ത്. അവളത് ചെയ്യും.